നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ധനപ്രതിസന്ധിയെ രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ. KPCCയുടെ ജനകീയ ചർച്ചയിൽ സാധാരണക്കാരുടെ പരാതികളുടെ പ്രവാഹം. ഭിന്നശേഷിക്കാർക്കായി ഡിസബിലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തിരുവമ്പാടിയിൽ ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി ചൂസ് ഫ്രാൻസ് ടൂർ സംഘടിപ്പിച്ചു. ഇച്ചന്നൂർ AUP സ്കൂളിലെ ശതവർണം ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനം ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ ധനപ്രതിസന്ധിയെ രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ. ധനപ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ കടമെടുക്കുക എന്നതാണ് സർക്കാർ നയമെന്നും എന്നാൽ കേരളത്തിന്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാകണമെന്നാണ് CMP ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ കടങ്ങൾ എഴുതിത്തള്ളണം, അല്ലാതെ കടമെടുക്കാൻ അനുവദിക്കണമെന്നല്ല. കേരളത്തിന്റെ ഗവൺമെന്റ് ഇപ്പൊ പറഞ്ഞു ഞങ്ങളെ കൂടുതൽ കടക്കാരാക്കൂ എന്നാണ്, ഞങ്ങളെ കടം വാങ്ങിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ. പക്ഷെ CMPയുടെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തതല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ കടമുക്തരാക്കൂ എന്നാണ്. പിണറായി പറയുന്നത് ഞങ്ങളെ കൂടുതൽ കടക്കാരാക്കൂ എന്നാണ്. ഇത്രയും റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തി വൻതോതില് നമ്മുടെ GDPയുടെ ഏതാണ്ട് 40% കടമുണ്ട്. ഇപ്പോ വലിയ കടമാണ്, ടോക്സിക് ഡെറ്റ്, അപകടകരമായ കടമാണ്. ആ കടം എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാവണം. അപ്പൊ ഞങ്ങൾ അവരും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കേരളത്തെ കൂടുതൽ കടക്കാരാക്കൂ എന്ന് പിണറായി, കേരളത്തെ കടവിമുക്തമാക്കൂ എന്ന് CMP പറയും. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്രം പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നും CP ജോൺ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വനയോര കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്രം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വനനിയമം നല്ല കാര്യമാണ്, പക്ഷെ അതിന്റെ എക്സ്പെൻഡിച്ചർ ആര് ചെയ്യണം? അതും കേന്ദ്രം ചെയ്യണ്ടേ? കേന്ദ്രം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇവരെന്തെങ്കിലും പറയുന്നുണ്ടോ? കേരളത്തിലെ വനയോര മേഖലയിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്രം ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവരെ മാറ്റി താമസിപ്പിക്കേണ്ടവരെ മാറ്റി താമസിപ്പിക്കണം. അതിന് ചെറിയൊരു ഫണ്ടാ പ്ലാനിങ്ങിലുള്ളത്, പോരാ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരാള് ആന ചവിട്ടി ഇപ്പൊ വീട്ടിനകത്ത് കയറിയപ്പോ 1 കോടി രൂപയെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ ആ കുടുംബത്തിന്? അതവർക്ക് ജീവിക്കാനുള്ള ഒരു ഔദാര്യം മട്ടിൽ മാത്രമല്ല, അത് അവരുടെ റൈറ്റാണ്. വാർത്താ സമ്മേളനത്തിൽ CMP അസിസ്റ്റന്റ് സെക്രട്ടറി CN വിജയകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷറഫ് മണക്കടവ്, ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KPCC നടത്തിയ സമരാഗ്നി യാത്രയുടെ ഭാഗമായി കോഴിക്കോട്ട് സാധാരണക്കാരുടെ പരാതികൾ കേട്ട് ജനകീയ ചർച്ച. ഡ്രൈവർമാരും തൊഴിലാളികളും ഭിന്നശേഷിക്കാരും കൃഷിക്കാരും ഉൾപ്പെട്ട ഒട്ടേറെ പേരാണ് പരാതികളുമായി കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലെത്തിയത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി. പെൻഷൻ കിട്ടിയിട്ട് 6 മാസം, ഓണറേറിയം കിട്ടിയിട്ട് 1 വർഷം, മണ്ണെണ്ണ ഡീസൽ സബ്സിഡി കിട്ടുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ, സംഭരിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ തുക കിട്ടാത്ത കർഷകരുടെ ദുരവസ്ഥ, മത്സ്യത്തൊഴിലാളി ഭവന നിർമ്മാണ പദ്ധതി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരവിപ്പിച്ചു തുടങ്ങിയ പരാതികളുടെ പ്രളയമായിരുന്നു കോഴിക്കോട്ട് KPCC നടത്തിയ ജനകീയ സദസ്സിലുയർന്നത്. നാളികേര, നെൽ, ക്ഷീര, റബ്ബർ മേഖലകളിലെ കൃഷിക്കാർ, തെരുവ് കച്ചവടക്കാർ, കോൺട്രാക്ട് തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമരസമിതി, പേരാമ്പ്ര പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികൾ, അങ്കണവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, ഓട്ടോ ഡ്രൈവർമാർ
തുടങ്ങിയ നിരവധി ആളുകൾ പരാതികളുമായി ജനകീയ ചർച്ചാ സദസ്സിലെത്തി. പരിഹാരമാർഗങ്ങൾ തുറക്കാൻ തങ്ങളാലാവും വിധം സഹായിക്കാമെന്ന മറുപടിയാണ് KPCC പ്രസിഡന്റ് K. സുധാകരനും മറ്റ് നേതാക്കളും നൽകിയത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കാര്യമായി തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ അതിനുവേണ്ടിയുള്ള പോരാട്ടം കുറിക്കാൻ ശ്രീ M.K. രാഘവനെയും DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറിനെയും KPCC ചുമതലപ്പെടുത്തിയതായി ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇനി അത് സമരമുഖത്തേക്ക് പറ്റുന്ന സമരമുഖത്തമോ നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അതിനോടൊപ്പം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പരിപാടിയിൽ പഴക്കുളം മധു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ, M.K. രാഘവൻ MP, AP അനിൽകുമാർ MLA തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഹൈടൈഡ് സമ്പൂർണ്ണ ഭിന്നശേഷി മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി ഡിസബിലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതിനായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ബേപ്പൂർ ഹൈടൈഡ് സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ മണ്ഡലം പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് UDID കാർഡ് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. 120ഓളം പേർ കാർഡിനായുള്ള മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുത്തു. വിവിധ ചികിത്സാ മേഖലകളെ പ്രതിനിധീകരിച്ച് എല്ല് രോഗ വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് റയീസ്, ENTയിലെ ഡോക്ടർ ഷബീർ അലി, നേത്രരോഗ വിഭാഗത്തിലെ ഡോക്ടർ ഷീല കൃഷ്ണൻ, ഫിസിക്കൽ മെഡിസിനിലെ ഡോക്ടർ അശ്വതി, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പത്മകുമാർ, മനോരോഗ വിഭാഗത്തിലെ ഡോക്ടർ അബ്ദുൾ റസാഖ്, ഒപ്റ്റോമെട്രിയിലെ മിഥിലേഷ് കുമാർ, ചേവായൂർ CRCയിലെ ഡോക്ടർ ഗോപിദാസ് K, ജിതിൻ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ പ്രമോദ് മൂടാടി എന്നിവർ നേതൃത്വം നൽകി. 3 ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിൽ 850 അപേക്ഷകൾ ലഭിക്കുകയും വിവിധ ഭിന്നശേഷി വിഭാഗത്തിൽ 325 പേർ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയരാവുകയും ചെയ്തു. 630 UDID കാർഡുകളാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായി വിതരണം ചെയ്തത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള UDID കാർഡുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും ഫെബ്രുവരി 17-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ബേപ്പൂർ ഹൈടൈഡ് പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി അവകാശങ്ങളെയും സഹായ പദ്ധതികളെയും കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിക്കും. മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, ഓഫീസ് മേധാവികൾ, വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ എന്നിവർക്ക് വേണ്ടിയാണ് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നത്. സാമൂഹ്യനീതി വകുപ്പ്, CRC കോഴിക്കോട്, SSK എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവമ്പാടിയിൽ ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി സംഘടിപ്പിച്ചു. തിരുവമ്പാടി അൽഫോൺസ കോളേജും ഇന്ത്യൻ ഫ്രഞ്ച് എംബസിയുടെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെയും ഫ്രാൻസ് ക്യാമ്പസ് ഇന്ത്യയുടെയും സഹകരണത്തോടെ ചൂസ് ഫ്രാൻസ് ടൂർ എന്ന പേരിലാണ് ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി സംഘടിപ്പിച്ചത്. കേരളത്തിലാദ്യമായാണ് ഫ്രഞ്ച് എംബസി നേരിട്ട് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫ്രഞ്ച് സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പോടെ +2 മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കും അധ്യാപകർക്കും ഫ്രാൻസിൽ ഉന്നത പഠനത്തിനാണ് അവസരമൊരുക്കുന്നത്. കോഴിക്കോട് തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ നടന്ന പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി IQAC ഡയറക്ടർ ഡോക്ടർ ജോസ് T. പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. ഫ്രഞ്ച് എംബസിയിൽ നിന്നുള്ള അറ്റാഷെ ഫ്രാൻസ സാവിയെ മോർട്രോയ് അധ്യക്ഷനായിരുന്നു. ഈലോഷി ഓണ്ടേറ്റ്, ഡോക്ടർ ഒന്ദ്രില്ല ഡി ലൂസ്ലി ഗുല്ലറ്റ്, ഫാദർ സജി മങ്ങറയിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ, മുഹമ്മദ് ജാസിം തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ സ്ഥാപനങ്ങളെ വിദേശ രാജ്യങ്ങളിലെ ഉയർന്ന നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ സമ്മിറ്റിന്റെ ലക്ഷ്യമെന്ന് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ പറഞ്ഞു. നമ്മുടെ സ്ഥാപനങ്ങൾ കുറെ കൂടി അവിടുത്തെ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കുകയും സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ വഴിയും ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ വഴിയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക സ്ഥാപനങ്ങൾ. അതുവഴി സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി, കേരളത്തിലടക്കമുള്ള സ്ഥാപനങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതൊക്കെ ഈ CFT ലക്ഷ്യമാണ്. ട്വിന്നിങ് പ്രോഗ്രാമുകളുണ്ട്. കോളേജുകൾ തമ്മിൽ ഫ്രാൻസ് കോളേജും കേരളത്തിലെ കോളേജുകളും ട്വിന്നിങ് പ്രോഗ്രാമുകൾ, അതിനാവശ്യമായിട്ടുള്ള MOUകൾ സൈൻ ചെയ്യുക, അതൊക്കെ അതിന്റെ പ്രാരംഭ ധാരണകളൊക്കെ ഈ ദിവസത്തെ ഈ സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ പുതിയ ബജറ്റ് നിർദ്ദേശങ്ങളുടെയും പ്രയോഗവൽക്കരണമാണ് കോളേജ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി 1500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മികച്ച അവസരമാണ് ലഭിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇനി എന്തൊരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഫ്രാൻസ് എംബസി ഇന്ത്യയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചൂസ് ഫ്രാൻസ് 2024 എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്. സോ +2 കഴിഞ്ഞവർക്ക് ബാച്ചിലേഴ്സിൽ ഒരു വർഷം അവിടെ പോയി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ബാച്ചിലേഴ്സ് മാത്രമല്ല മാസ്റ്റേഴ്സും PhD റിസർച്ച് എന്ന് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നിട്ടുള്ളത്. പ്ലസ് സ്കോളർഷിപ്പോട് കൂടി ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓഫർ കൂടി ഞങ്ങൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 42ാം വാർഷിക നിറവിൽ എരഞ്ഞിക്കൽ കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ MP രാഘവൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ വാർഷികാഘോഷത്തെ അവിസ്മരണീയമാക്കി. കാരന്നൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 42ാം വാർഷികം ആഘോഷിച്ചു. കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു വിദേശ മാധ്യമ പ്രവർത്തകൻ ഗാന്ധിജിയോട് ചോദിച്ച ചോദ്യമുണ്ട്. ഗാന്ധിജിയോട് ചോദിച്ചത്, എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്? ഗാന്ധിജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട മറുപടിയുണ്ട്. ഒരു കുട്ടിയുടെ ശരീരത്തിലെ, മനസ്സിലെ, ആത്മാവിലെ നല്ലത് പുറത്തു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് ഗാന്ധിജി രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് പേരൻസിനോട്, ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം പേരൻസിന്റെ മനസ്സിലുള്ള ഏക ചിന്ത കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവരുടെ സമ്പാദ്യം. റേഡിയോ ജോക്കി RJ മനു മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് സുബിൻ ലാൽ അധ്യക്ഷനായിരുന്നു. ഹെഡ്മിസ്ട്രസ് ദീപ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് A ഗിരീഷ് കുമാർ, സെക്രട്ടറി M ശശിധരൻ, കോർപ്പറേഷൻ കൌൺസിലർമാരായ SM തുഷാര, EP സഫീന, VP മനോജ്, സ്കൂൾ ലീഡർ സിയ, സ്റ്റാഫ് സെക്രട്ടറി ആതിര അഖിൽ, പ്രസീന മുരളീധരൻ, ബലരാമൻ, സുരേഷ് ബാബു, C ഗീത, K പ്രേമചന്ദ്രൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രവീന്ദ്രൻ കറമ്മന തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപികമാരും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇച്ചന്നൂർ AUP സ്കൂളിൽ ശതവർണം ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പരിപാടി ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. മികവാർന്ന 100 പ്രവർത്തനങ്ങളാണ് 100ാം വാർഷികത്തിന്റെ ഭാഗമായി നടപ്പാക്കിയതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസം ആകർഷണീയമാക്കാൻ സ്കൂളിന്റെ ടീച്ചേഴ്സും അതേപോലെ തന്നെ PTA, SSG ഒക്കെ തന്നെ കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം ഇച്ചന്നൂർ AUP സ്കൂളാണ്. അത് അതേ ഗൗരവത്തിൽ തന്നെ നിലനിർത്താൻ ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട്. 1914 കണ്ണങ്കര പ്രദേശത്ത് കൈപ്പുറത്ത് ഗോവിന്ദൻകുട്ടി നായർ എഴുത്തുപള്ളിക്കൂടമായി ആരംഭിച്ച ഇച്ചന്നൂർ AUP സ്കൂൾ 1924 എയ്ഡഡ് അപ്പർ പ്രൈമറി സ്കൂളായി അംഗീകാരം ലഭിച്ച് ഉയരുകയായിരുന്നു.
ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയത്. ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന പരിപാടികൾ ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ നടക്കും. അങ്കണവാടി, പ്രീ പ്രൈമറി, കുടുംബശ്രീ കലോത്സവം, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം, സാംസ്കാരിക ഘോഷയാത്ര, യാത്രയയപ്പ്, സമാപന സമ്മേളനം എന്നിവയാണ് 3 ദിവസങ്ങളിലായി നടക്കുക. സമാപന സമ്മേളനം മന്ത്രി AK ശശീന്ദ്രനും കുടുംബശ്രീ കലോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാറും പൂർവ്വ വിദ്യാർത്ഥി സംഗമം MK രാഘവൻ MPയും ഉദ്ഘാടനം ചെയ്യുമെന്നും സ്കൂൾ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SDPI കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണത്തിനായി ബേപ്പൂർ മണ്ഡലത്തിൽ ഫെബ്രുവരി 14-നും 15-നും വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. വാഹന ജാഥ നല്ലളം, അരീക്കാട്, ബേപ്പൂർ, മാത്തോട്ടം, ഫറൂഖ്, രാമനാട്ടുകര എന്നീ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം ചാലിയത്ത് സമാപിക്കുമെന്ന് SDPI നേതാക്കൾ അറിയിച്ചു. ഫെബ്രുവരി 14-ന് ജനമുന്നേറ്റ യാത്ര എന്ന പേരിൽ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്ര ഫെബ്രുവരി 14 മുതൽ മാർച്ച് 1 അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ ഫെബ്രുവരി 19-ാം തീയതിയാണ്, തിങ്കളാഴ്ച താമരശ്ശേരി മുതൽ മുതലക്കുളം വരെയാണ്. മുതലക്കുളത്താണ് സമാപനം, താമരശ്ശേരി ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ യാത്ര വിവിധ ജില്ലകളിൽ വളരെ ചെറിയൊരു പ്രദേശത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യാത്രയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനും ജനങ്ങളുടെ യാത്രയ്ക്ക് സന്ദേശം എത്തിക്കുന്നതിനും വേണ്ടി മണ്ഡല തലങ്ങളിൽ വാഹന പ്രചാരണം സംഘടിപ്പിക്കുകയാണ് പാർട്ടി. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി 14, 15 അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ മണ്ഡലത്തിൽ ഒരു വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നു. അത് രാവിലെ റഹ്മാൻ ബസാറെന്ന് പുറപ്പെട്ട് തുടങ്ങുന്ന ജാഥകരുടെ സംഘം ഞാൻ അതിൽ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് ചാലിയത്താണ് അതിൻ്റെ സമാപനം പിറ്റേ ദിവസം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷങ്ങൾ നടത്തി. MK മുനീർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മത്സര പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെയും പൂർവ്വ വിദ്യാർത്ഥിയെയും അനുമോദിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകി. പാലങ്ങാട് MES സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ MR ആലിക്കോയ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ബിദ TK റിപ്പോർട്ട് അവതരിപ്പിച്ചു. MES കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് PK മുഖ്യപ്രഭാഷണം നടത്തി. MMC ഉള്ളിയേരി ചെയർമാൻ അനിൽകുമാർ, ഗായിക യുംന അജിൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജവഹർ പൂമംഗലം, MES കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഷ്റഫ് ATM, MES സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ്, MES രാജ്യ റെസിഡൻഷ്യൽ സ്കൂൾ സെക്രട്ടറി അബൂബക്കർ, പ്രിൻസിപ്പൽ രമേശ്, പാലങ്ങാട് MES സെൻട്രൽ സ്കൂൾ ഡയറക്ടർ പ്രൊഫസർ T സയ്യിദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ സംസ്ഥാന സ്കൂൾ തലത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പാലക്കാട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന അഷ്ന OPയെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. പള്ളിയിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി തിരയാട്ടങ്ങളും താലപ്പൊലിയും പൊങ്കാലയും പ്രത്യേക പൂജകളും നടന്നു. ഉത്സവ ചടങ്ങുകളിൽ ഒട്ടേറെ ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബേപ്പൂർ BC റോഡ് പള്ളിയിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ താലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 9-ന് തുടങ്ങി 11-ന് അവസാനിച്ചു. ഗണപതി ഹോമം, നാഗപൂജ, അന്തിവെള്ളാട്ട്, കലശമെഴുന്നള്ളിപ്പ്, വിവിധ മൂർത്തി വെള്ളാട്ടുകൾ, തിറയാട്ടം, താലപ്പൊലി, ദണ്ഡൻ കർമ്മം, പൊങ്കാല സമർപ്പണം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. താലപ്പൊലിയിലും പ്രസാദ ഊട്ടിലും മറ്റു ചടങ്ങുകളിലും പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തറവാട്ട് കാരണവന്മാരും മറ്റ് അംഗങ്ങളും ഉത്സവത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സൈക്കോളജി കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, വിവിധ സൈക്കോളജി ടെസ്റ്റുകൾ എന്നിവയ്ക്കായി ഹെയ്വ എന്ന വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങിയതായി മാർഗ്രൂവ്സ് വെൽബീയിങ് സാരഥികൾ. ഓരോരുത്തർക്കും അവരുടെ സൗകര്യപ്രദമായ സ്ഥലത്തും സമയത്തും സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാമെന്നതാണ് ഹൈവേയുടെ പ്രത്യേകതയെന്നും അവർ പറഞ്ഞു. ഇതിന്റെ പേര് ഹെയ്വ എന്നാണ്. ഹെയ്വ എന്ന് വെച്ചാൽ ഒരു ജപ്പനീസ് വാക്കാണ്. അതിന്റെ അർത്ഥം പീസ് എന്നാണ്, സമാധാനം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലോകത്ത് നിന്ന് എവിടെ നിന്നും നമുക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇരുന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന തീയതിയിലും സമയത്തും നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണത്. അതുപോലെ അവിടെ പല സൈക്കോളജി ടൂൾസ്, അസസ്മെന്റ് ടൂൾസ്, നമ്മൾ ഈ പറയുന്ന പോലെ ഇന്റലിജന്റ് ടെസ്റ്റിംഗ്, പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളും അത്തരത്തിലുള്ള ടൂൾസും അതിനകത്ത് അവൈലബിൾ ആണ്. കേരളത്തിൽ മാനസികാരോഗ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മാംഗ്രൂവ്സ് വെൽബീയിങ് പ്രൈവറ്റ് ലിമിറ്റഡ്. ശാസ്ത്രീയമായി പരിശീലനം ലഭിച്ച വിദഗ്ധരായ ഒരു കൂട്ടം സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗും സൈക്കോതെറാപ്പിയും മികച്ച രീതിയിൽ തന്നെ ലഭ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് സാരഥികളായ ഡോക്ടർ ഗായത്രി ബൽറാമും ജെറിൽ ജോയും പറഞ്ഞു. ഈ വർഷം സ്കൈലം ലേണിംഗ് സ്ഥാപനത്തിന്റെ വിവിധ ജില്ലയിൽ പഠിക്കുന്ന കുട്ടികൾ കൗൺസിലിംഗ് സേവനം പ്രയോജനപ്പെടുത്തിയെന്നും സാരഥികൾ വ്യക്തമാക്കി. സൈക്കോ ടെസ്റ്റുകൾക്കായി തയ്യാറാക്കിയ ഹെയ്വ വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചതായും സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസ് എരഞ്ഞിപ്പാലത്ത് രാരിച്ചൻ റോഡിൽ മാർച്ച് 1 മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്നത് www.heiva.com അതാണ് കൗൺസിലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ ധനപ്രതിസന്ധിയെ രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയാണെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CP ജോൺ. KPCCയുടെ ജനകീയ ചർച്ചയിൽ സാധാരണക്കാരുടെ പരാതികളുടെ പ്രവാഹം. ഭിന്നശേഷിക്കാർക്കായി ഡിസബിലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചെറുവണ്ണൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. തിരുവമ്പാടിയിൽ ഉന്നത വിദ്യാഭ്യാസ ഉച്ചകോടി ചൂസ് ഫ്രാൻസ് ടൂർ സംഘടിപ്പിച്ചു. ഇച്ചന്നൂർ AUP സ്കൂളിലെ ശതവർണം ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനം ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ സ്കൂൾ അങ്കണത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.